നമ്മളൊരു വാഹനത്തിൽ കയറി ആദ്യമേ സീറ്റ് ബെൽറ്റോ കാര്യങ്ങൾ ഇടാനല്ല പഠിക്കണം. നമ്മൾ വാഹനത്തിൽ കയറി വാഹനം എടുക്കാനോ പഠിക്കേണ്ടത്. അതേ സമയത്ത് നമ്മൾ ന്യൂട്രാക്കാൻ പഠിക്കാതെ നമ്മൾ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് സ്വാഭാവികമായിട്ട് വണ്ടി ഓഫ് ആയി പോകാം. അപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഗിയറിലാണോ അതോ ന്യൂട്രലാണോ? ഗിയറിലാണ്. അപ്പൊ ഈ ഓടി വന്നിരുന്ന വണ്ടിയുടെ ഗിയർ ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ച രീതി വെച്ച് നിങ്ങൾ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി സ്റ്റാർട്ട് ആക്കാൻ നോക്കും. ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് സംഭവിക്കും പെട്ടെന്ന് പിടിച്ചിട്ട് വണ്ടി ഓഫ് ആയി പോകും. കാരണം 90% ആൾക്കാർക്ക് അറിയത്തില്ല വണ്ടിയുടെ വീൽ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ അറിയത്തില്ല. നിങ്ങൾ പെട്ടെന്ന് എടുത്താൽ എന്ത് സംഭവിക്കും? പോയി തട്ടും. കാരണം ഈ വായിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ സൈഡ് തന്നെ ആയിട്ട് ഇറങ്ങി നോക്കുന്നതിലാണ്. കാരണം പലരും പഠിച്ചു വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റർ കൊടുക്കുക അങ്ങോട്ട് എടുക്കാനാണ്. ഞാനൊരു ക്ലാസ്സിനായി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിന് മാത്രമായിട്ട് ആ ബേസ് എടുക്കാൻ വേണ്ടി 3-3.5 മണിക്കൂറാണ് ഒരാൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഓരോന്ന് ക്രമമായിട്ട് അവർ കൈയും കാലം കൊണ്ട് ചെയ്യേണ്ടത് പോലും കൃത്യമായിട്ട് അവർക്ക് അറിയാത്ത അവർ വണ്ടിയുടെ ഡ്രൈവ് സീറ്റ് പോലും അവരെ കയറുന്നില്ല. ബേസ് പോലും കൃത്യമായിട്ട് ഒരു വണ്ടിയെ കയറുന്ന എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും എടുത്തോ പിടിച്ചാൽ പോട്ടെ എന്ന് പറയും. കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ അവരുടെ കൈയും കാലും കൊണ്ട് വെച്ച് കാണണമെങ്കിലോ അത് തിരിക്കണമെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതൊക്കെ കണ്ട് വെച്ച് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? 3-3.5 മണിക്കൂറാണ്. ഒരുപാട് പേര് പുറത്തുനിന്ന് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ കേരളത്തിൽ മാത്രമേ ഇന്നടുത്ത് വരാമോ, ഞങ്ങൾ കുറച്ച് ക്ലാസ് ഒപ്പിച്ചു തരാം, സാറിന് വരാമോ? ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നതിന്റെ മൂലം ഞാൻ ഇനിയിപ്പം അടുത്ത ദിവസം ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും. നമസ്കാരം. വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഒരു കാർ ഓടിക്കാൻ പഠിക്കാം, എന്തെല്ലാമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിസ്സാരമായ രീതിയിൽ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വാഹനം വീട്ടിലുണ്ട്, ആ വാഹനത്തിൽ കയറി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാഹനം കയറി ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം നിങ്ങൾ കയറി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പേടി കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന് ഞാൻ പല വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു വാഹനത്തിൽ കയറി ആദ്യമേ സീറ്റ് ബെൽറ്റോ കാര്യങ്ങൾ ഇടാനല്ല പഠിക്കണം. നമ്മൾ വാഹനത്തിൽ കയറി വാഹനം എടുക്കാനോ പഠിക്കേണ്ടത്. അപ്പൊ എന്തെല്ലാം ചെയ്തിട്ടാണ് ആ വാഹനം എടുക്കുന്നത്? നമ്മുടെ പേരിനകത്ത് അക്ഷരങ്ങൾ വന്നാലേ പേരാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് കൃത്യമായ ഓരോ കാര്യങ്ങൾ ചെയ്താലേ എന്താ ഒരു വണ്ടി എടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം പലയിടങ്ങളിലാണ് നമുക്കൊരു വണ്ടി എടുക്കേണ്ടത്. ചിലപ്പോൾ കാർ പോർച്ചിൽ നിന്നായിരിക്കും, ചിലപ്പോൾ വീടിന്റെ മുറ്റത്തു നിന്നായിരിക്കും, ചിലപ്പോൾ ഇടുങ്ങിയ സ്ഥലത്തു നിന്നായിരിക്കും, ചിലപ്പോൾ ട്രാഫിക്കിൽ നിന്നായിരിക്കും, ചിലപ്പം പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും, ചിലപ്പം എവിടെ പലയിടങ്ങളിലാണ് വണ്ടി എടുക്കേണ്ടത്. അപ്പൊ എടുക്കുന്നിടം വരെ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി മൂവ് ആകണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓരോരുത്തരും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്ന് ക്രമമായിട്ടും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യും കാലം കൊണ്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചും ചെയ്തും പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നമുക്കും ഒരു വാഹനം ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴേ പേടി ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്ന് നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ആദ്യമേ ക്ലിയർ ചെയ്യുക. ഞാൻ ഇതിനെ പറ്റി കാണിച്ചു തന്നിട്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ട നിങ്ങളത് മനസ്സിലാക്കുക എങ്ങനെയൊക്കെ കയ്യും കാലും വെച്ചാണ് ഒരു വാഹനം നമ്മൾ എടുക്കേണ്ടതെന്നും എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും ക്രമമായിട്ട് എന്തെല്ലാം ചെയ്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടതെന്നും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്ക് ആദ്യമേ കയറിയിരുന്ന് സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ കാലെപ്പോഴും നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മുടെ ബ്രേക്കിലുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കുക. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എന്തിനാണ് ഈ വണ്ടി ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മൾ ക്ലച്ചും ബ്രേക്കോട് ചവിട്ടിയാലും സ്റ്റാർട്ടാണ്, അത് ക്ലച്ച് ചവിട്ടിയാലും ന്യൂട്രാണ്, അതുപോലെ ന്യൂട്രാക്കിയാലും ന്യൂട്രാണ്. അതേ സമയത്ത് നമ്മൾ ന്യൂട്രാക്കിയാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമല്ല. കാരണം എവിടെ ചെന്നൊരു വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ന്യൂട്രാക്കും. അതേ സമയത്ത് നമ്മൾ ന്യൂട്രാക്കാൻ പഠിക്കാതെ നമ്മൾ ക്ലച്ചും ബ്രേക്കോട് ചവിട്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് വണ്ടി ഓഫ് ആയി പോകാം. അപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഗിയറിലാണോ അതോ ന്യൂട്രലാണോ? ഗിയറിലാണ്. അപ്പൊ ഈ ഓടി വന്നിരുന്ന വണ്ടിയുടെ ഗിയർ ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ആകണമെന്നില്ല, ചിലപ്പം തേർഡ് ആകാം, ഫോർത്ത് ആകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ക്ലച്ചും ബ്രേക്കോടെ നിങ്ങൾ പഠിച്ച രീതി വെച്ച് നിങ്ങൾ ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി സ്റ്റാർട്ട് ആക്കാൻ നോക്കും. ഈ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വണ്ടി സ്റ്റാർട്ടാകും. സ്റ്റാർട്ടായിട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്ന് പിടിച്ചിട്ട് വണ്ടി ഓഫ് ആയി പോകും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി പിന്നെ സ്റ്റാർട്ട് ആകും, പിന്നെ എന്ത് ചെയ്യും? വണ്ടി ഓഫ് ആകും. അപ്പൊ ഇത് നല്ലൊരു തിരക്കിനകത്തോ റോഡിലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ 2 പ്രാവശ്യമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പാനിക്കാവും. ബാക്കി വന്ന ഒരു വണ്ടി ഓണൂടെ അടിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? കൈ കൊണ്ടാണോ ചെയ്യേണ്ടത്, കാലുകൊണ്ടാണോ ചെയ്യേണ്ടത്, യാതൊരു പിടി കിട്ടുകയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂട്രലാക്കിയ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വണ്ടി വണ്ടി വരുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്കാൻ നോക്കും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് എടുത്താലും എന്ത് സംഭവിക്കും? വണ്ടി ഓഫ് ആയി പോകത്തില്ല. വണ്ടി മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും? ഗിയറിനകത്തുണ്ടായിരിക്കും. അപ്പൊ ഏത് ഗിയർ തന്നെ ഇടും?
ഫസ്റ്റ് ഇയർ തന്നെ ഇടും. അപ്പൊ അല്ല നല്ല എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ് നമ്മുടെ പറഞ്ഞു തന്നിരിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമ്മളെ ന്യൂട്രലാക്കി നമ്മൾ സ്റ്റാർട്ട് ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഇയർ തന്നെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഒരു വണ്ടി കിടക്കുന്ന ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ ഇട്ടെടുക്കണമെന്ന് അറിയാം. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. ബേസ് മോഡൽ വണ്ടി ആകുമ്പോൾ നമുക്ക് കയറിയിരിക്കുക വേണം. ഇപ്പൊ അവർ നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിലാണ് നമുക്ക് സീറ്റ് പറ്റി വേണമെങ്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. അതേ സമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകാൻ എന്ത് ചെയ്യത്തില്ല, നമുക്ക് നാളെ ഈ ഒരു വണ്ടി തന്നെ ഓടിക്കണം എന്നില്ല, നമ്മുടെ കയ്യിരിക്കുന്ന വണ്ടി തന്നെ ഓടിക്കണം എന്നില്ല, പ്രീമിയം വണ്ടി ആയിരിക്കും. അപ്പൊ നമ്മൾ ആ വാഹനത്തിൽ കയറി നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കയറി തപ്പും. ആദ്യമേ കയറിയിരിക്കും, സീറ്റ് പറ്റിയിട്ടും പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ പോയി തപ്പും, നമ്മളവർക്ക് എന്താ കംപ്ലൈന്റ് ആണെന്ന് തുടങ്ങും. കംപ്ലൈന്റ് അതാണോ? അല്ല, വണ്ടി സ്റ്റാർട്ട് ആകാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ആയതിനു ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. ആ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാം. പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായ ഒരു പണി ഇല്ല. അപ്പൊ അതുകൊണ്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, സീറ്റ് ബെൽറ്റ് ഇടാവൂ. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഈ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ആദ്യമേ വേണേലും മാറ്റാം. പക്ഷെ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പണി എന്താ, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കാല് എവിടെ നായാം, ബ്രേക്ക് നായാം. അപ്പൊ ഈ ബ്രേക്ക് നയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ തുടക്കക്കാർ ഈ ഒരു വീഡിയോ കാണാൻ 90% ആൾക്കാർക്കും അറിയത്തില്ല ഈ വണ്ടി ഉരുളുന്നതായിട്ട് അറിയത്തില്ല. നമ്മുടെ 4 സൈഡിലും വീൽ ഉരുണ്ട് കിടക്കുന്നതാണോ, വടി പോലെ കിടക്കുന്നതാണോ? ഉരുണ്ട് കിടക്കുന്നതാണ്. എപ്പോഴും ഒരു വണ്ടി നിരപ്പ് തന്നെ കിടക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്കറിയത്തില്ല ഈ വണ്ടി ഉരുളുന്ന. വെളിയിൽ നിന്ന് ഒരാൾ പറയണമെന്നുണ്ട് വണ്ടി ഉരുളുന്നു എന്ന് പറഞ്ഞാലേ എന്ത് ചെയ്തുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്തൊന്ന് ഹാൻഡ് ബ്രേക്ക് മാറ്റാത്തത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യാവും, ഹാൻഡ് ബ്രേക്ക് മാറ്റാത്തത്. കാരണം നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ കാലിവിടെ നയാം, ബ്രേക്കിൽ നയാം. അപ്പൊ നമ്മൾ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ആണ് എന്ത്, പെഡൽ ബ്രേക്ക്. ഡ്രൈവിംഗ് സീറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ആണ് എന്ത്, ഹാൻഡ് ബ്രേക്ക്. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ കൃത്യമായിട്ട് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ആ വണ്ടി എടുക്കുന്നതിനും വരെ അവിടെ ബ്രേക്കിൽ തന്നെ ഉറച്ചു വെക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിൽ ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നത്. ഹാൻഡ് ബ്രേക്ക് മാറ്റി നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി എന്ത് ചെയ്യണം, വണ്ടി ഇല്ലെന്ന് ഉറപ്പ് തരണം. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഏത് തന്നെയാ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാം കഴിഞ്ഞു, അങ്ങോട്ട് എടുത്തു. അപ്പൊ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും അറിയത്തില്ല വണ്ടിയുടെ വീൽ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ അറിയത്തില്ല. നിങ്ങൾ പെട്ടെന്ന് എടുത്താൽ എന്ത് സംഭവിക്കും? രണ്ട് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, വീൽ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുക നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഇത്രയും ചെയ്ത് അങ്ങോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? പോയി തട്ടും. കാരണം ഈ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട് വീൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ വണ്ടി പോയി തട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാര്യം മിററിൽ നോക്കുന്നില്ലാണ്. കാരണം പലരും പഠിച്ചു വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റർ കൊടുക്കുക അങ്ങോട്ട് എടുക്കാന്നാണ്. അപ്പൊ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തു അങ്ങോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? വണ്ടി തട്ടും. അപ്പൊ ഇൻഡിക്കേറ്ററിന്റെ കാര്യം പ്രാധാന്യം എന്താ, നമ്മൾ മിററിൽ നോക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളും മിററിൽ നോക്കി പഠിക്കാറില്ല. കാരണം ഞാനൊരു ക്ലാസ്സിനായി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിന് മാത്രമായിട്ട് ആ ബേസ് എടുക്കാൻ വേണ്ടി 3-3.5 മണിക്കൂറാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. കാരണം ഇത് ഓരോന്നും ക്രമമായിട്ട് അവരുടെ കൈയും കാലും കൊണ്ട് ചെയ്യേണ്ടത് പോലും കൃത്യമായിട്ട് അവർക്ക് അറിയാത്തോണ്ട് അവരുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് പോലും അവരെ കയറുന്നില്ല. ബേസ് പോലും കൃത്യമായിട്ട് ഒരു വണ്ടിയെ കയറുന്ന എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യും, എടുത്തോ പിടിച്ചാൽ പോട്ടെ എന്ന് പറയും. കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ അവരുടെ കയ്യും കാലും കൊണ്ട് വെച്ച്, കാരണം നമ്മുടെ കയ്യും കാലും കൊണ്ട് വെച്ച് കൃത്യമായിട്ട് വെച്ചാലോ എന്ത് ചെയ്തോളൂ, നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് നിർത്തണമെങ്കിലോ അതിൽ തിരിക്കണമെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യും കാലും ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അക്ഷരം പഠിക്കാൻ നമുക്ക് പേരെഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അക്ഷരം പഠിപ്പിച്ച പിന്നെ ആരും പേരെഴുതാനൊന്നും പഠിപ്പിക്കണ്ട. അപ്പൊ നമ്മൾ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നു. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ജോ ഡ്രൈവിംഗ് എന്ന ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഒരു ബേസ് മുതലുള്ള കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും ഞാൻ എന്തൊക്കെ കൊടുത്തിട്ടാണ് അവരെ വണ്ടി ഓടിപ്പിക്കുന്നതെന്നും ഇതെല്ലാം അവർക്കെല്ലാം മനസ്സിലാകും. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കയറി കാണാം. നിങ്ങൾ എന്തെങ്കിലും ഒരു അറ്റോ മൂലോ വാലോ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് സംബന്ധമായിട്ട് മനസ്സിലാകണമെന്നില്ല. എല്ലാ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോരം സംശയങ്ങളുണ്ട് ഇന്ന ഒരു വീഡിയോ ചെയ്താന്ന് ചോദിച്ചാലും, കാരണം നിങ്ങൾ നാണം ഒന്നും വിചാരിക്കണ്ട. എന്റെ വീഡിയോയിൽ വന്നിട്ട് ഇന്ന സംശയമാണ് എനിക്ക്, ഇന്നൊരു വീഡിയോ ചെയ്യാമോ, അല്ലെ എന്നെ പറ്റി പറഞ്ഞുതരാമോ, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾ നാണോ ഒന്നും വിചാരിക്കും, നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പം എന്ത് സംശയം ചോദിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ല ഒരു കോൺഫിഡൻസ്, തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട്. പലരും നമ്മളെ മടിപ്പിക്കും.
ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട്. നമ്മളെ മടിപ്പിക്കാറുണ്ട് പലരും. അപ്പൊ അവരെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ അപ്പച്ചൻ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, ആ അപ്പച്ചൻ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് പിടിച്ചാൽ വണ്ടി നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഏതൊരു ലിവറെ പിടിച്ചാൽ വണ്ടി തിരിയുന്നും ഇല്ല. ആ അപ്പച്ചന്റെ കൈയും കാലും കൊണ്ട് തന്നെ ചെന്നിട്ടാണല്ലോ ആ വണ്ടി നിൽക്കുകയും തിരിയുകയും എല്ലാം ചെയ്യുന്നത്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്? കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ വരുമോ, ഇങ്ങനെ ഇവിടെ വരുമോ, അത് ദൂരമല്ലേ? നിങ്ങൾ കേരളത്തിലാണോ? നിങ്ങൾ ഏത് ജില്ല? ഞാൻ ഇനിയിപ്പം അപ്പൊ ഒരുപാട് പേര് പുറത്തുനിന്ന് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാറേ കേരളത്തിൽ മാത്രമേ ഉള്ള ഇന്നടത്ത് വരാമോ, ഞങ്ങൾ കുറച്ച് ക്ലാസ്സുകൾ ഒപ്പിച്ചു തരാം, സാറിന് വരാമോ? ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നതിന്റെ മൂലം ഞാൻ ഇനിയിപ്പം അടുത്ത ദിവസം ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഒരു ക്ലാസ് ആയിട്ട് വരുന്നില്ല, 3-4 ക്ലാസ് ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ വരുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങളുടെ ഇവിടെ വരുവാന്ന് ആരും ചോദിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ കേരളത്തിൽ നിന്നല്ല എവിടെ ആയിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പൊ നമ്മൾ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി എവിടുന്ന് കാലെടുത്ത് നോക്കണം? നിങ്ങൾ പതിയെ ബ്രേക്ക് കാലെടുത്തോണം. നിങ്ങൾ അല്ലാതെ ഇങ്ങനെ നമ്മളെ പഠിച്ചു വെച്ചിട്ട് ബൈറ്റിംഗ് പോയിന്റ് ഹാഫ് ക്ലച്ച് ഇങ്ങനെയൊന്നും നമ്മൾ നോക്കണ്ട. നിങ്ങൾ ആദ്യമേ ഇരിക്കുന്നിടത്ത് വെയിറ്റ് എന്ന് ചെയ്യണം. നിങ്ങൾ ആ ബ്രേക്ക് നിന്ന് പതിയെ അയച്ച് നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ടും ഇല്ല ബാക്കിലേക്കും ഇല്ല, പിന്നെ നമുക്ക് ആ ബ്രേക്കിന്റെ ആവശ്യം വരുന്നില്ല. എന്ത് ചെയ്താൽ മതി? ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കണ്ട. ഈ ക്ലച്ചിൽ നിങ്ങൾ എടുത്ത് റോഡായിരുന്നാൽ മതി. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുമ്പോൾ ഇത് കണ്ടില്ലേ, വണ്ടി ഇതേപോലെ മൂവ് ആയി കാണിച്ചു തരും. അപ്പൊ നിങ്ങളുടെ കാർ പുറത്ത് കിടക്കുന്ന കൂട്ടിക്കോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ക്ലച്ചിൽ എടുത്ത് റോഡാതെ ബ്രേക്ക് എന്ന് മാറ്റി പതിയെ നിങ്ങൾ എടുത്തോണ്ട് ഇങ്ങനെ ബ്രേക്ക് എന്ന് മാറ്റാതെ പതിയെ നമ്മളിങ്ങനെ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നു, ഇങ്ങനെ തുറന്നു നോക്കുക. അപ്പൊ മുൻപോട്ട് പോയിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ക്ലച്ചിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കാലിങ്ങനെ താത്ത് വെക്കണ്ട, ആശ്രയിട്ട് നിങ്ങൾ കൊടുക്കുകയും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലിങ്ങനെ എടുത്ത് നോക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ വണ്ടിക്ക് മൂവ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് കാലെടുക്കട്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക. വീണ്ടും നിങ്ങൾ ക്ലച്ച് ചവിട്ടുക, വീണ്ടും ബ്രേക്ക് വെക്കുക, ബ്രേക്ക് ഒന്ന് മാറ്റുക, ക്ലച്ച് ഒന്ന് വീണ്ടും ഇതുപോലെ തന്നെ എടുക്കുക. കണ്ടാ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു 5-8 പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിടുത്തം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ വാഹനത്തിൽ കയറിയിരുന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാനുള്ള പേടികളൊക്കെ എന്ത് ചെയ്യും, മാറി കിട്ടുകയും ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ട്രെയിൻ സീറ്റ് കയറാനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ട് അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.